ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഡക്ക് മപ്പാസാണ്. 1 കിലോയോളം ഡക്ക് മീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇതിനകത്ത് മസാലകൾ പുരട്ടി ഏകദേശം അരമണിക്കൂർ വെക്കണം. ഇതിനകത്ത് എന്തൊക്കെ മസാലകളാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ. അടുത്തത് മല്ലിപ്പൊടിയാണ്, 1/2 സ്പൂൺ. ഇനി കുരുമുളക് പൊടി ചേർക്കാം, 1 സ്പൂൺ. പെരുംജീരകം 1 സ്പൂൺ. ഗരം മസാല 1 സ്പൂൺ. ഇനി അടുത്തത് ഇതിൽ നമുക്ക് ചേർക്കേണ്ടത് ഒരു നാരങ്ങയാണ്. അതൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. വിനെഗർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നാരങ്ങയാണ്. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം. മസാലപ്പൊടിയെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ ചേർക്കുന്നത് കല്ലുപ്പാണ്, 1 സ്പൂൺ. നമുക്ക് ഉപ്പ് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഈ മസാലയും ഉപ്പും എല്ലാം സെറ്റ് ആവുന്നതിന് വേണ്ടി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഡക്ക് മീറ്റിനകത്ത് മസാല എല്ലാം നന്നായി പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ഇട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തു കുക്കർ അടുപ്പിൽ വെച്ചു. ഇനി ഡക്ക് മീറ്റ് വേകുന്നതിനായി 6-7 വിസിൽ വേണം. വേവ് നോക്കിയിട്ട് പാകം പോരായെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വിസിലിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. 7 വിസിൽ അടിച്ചു. കുക്കർ കൂളിംഗ് ടൈമും കഴിഞ്ഞ് ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. മീറ്റെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഗ്രേവി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡക്ക് മപ്പാസിൻ്റെ ഗ്രേവിക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് 2 പഴുത്ത തക്കാളി വലുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2 ഫുൾ വെളുത്തുള്ളി നന്നായി ക്രഷ് ചെയ്തത്, ഒരു 3/4 ഭാഗത്തോളം ഇഞ്ചി നന്നായി ക്രഷ് ചെയ്തത്, 5 പച്ചമുളക് ക്രഷ് ചെയ്തത്, 3 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 1/4 കപ്പോളം ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ക്രഷ് ചെയ്തത്, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, പച്ചമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കേണ്ടതാണ്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കേണ്ടതാണ്. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കേണ്ടതുണ്ട്. മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് മസാലകളാണ് ചേർക്കേണ്ടത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി,
1 സ്പൂൺ പെരിഞ്ജീരകം, അടുത്തതായി ഗരം മസാല 1 സ്പൂൺ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നവരെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി ഈ പാനിലേക്ക് കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഡക്ക് മീറ്റും വേവിച്ച ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് ചേർക്കുന്നത് കശുവണ്ടിപ്പരിപ്പ് പാലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി അടുത്തത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റോളം വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനി അപ്പത്തിനോടൊപ്പമോ ചപ്പാത്തിയോടൊപ്പമോ പത്തിരിയോടൊപ്പമോ ഒക്കെ കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളിനി അടുത്തൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു. കൊള്ളാവേ. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം.